ഇവരെന്താ ഈ നേരത്തെ ഇവിടെ കണ്ടല്ലോ അല്ലേ? ഇതൊക്കെ അവിടെ കിട്ടിയ എന്താണ് ഹൈദരലിക്ക് കിട്ടിയുള്ള പുരസ്കാരങ്ങളാണ്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. കണ്ടില്ലേ? ഓഹോ, ഇത് ഹൈദരലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരിക്കലും അല്ല. ഇത് ഞാൻ ഇത് അറിയണമെന്ന് എന്നെ അറിയിക്കാൻ ഞാൻ ജനങ്ങളെ അറിയിക്കണം. ഇതൊക്കെ എന്ത് തമാശ രീതിക്കല്ല, അത് എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ഒരു ഇതുണ്ടായി എന്ന് പറയണല്ലോ. തമാശയാണ്, ലാപ്ടോപ്പ് വർക്കിംഗ് അല്ലെന്ന്. അതപ്പോ അതിന്റെ ഇടയിൽ വന്ന കമന്റ്, അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് വർക്കിംഗ് അല്ലെന്നേ. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. ഞാൻ ലാപ്ടോപ്പ് പൊക്കി കാണിച്ചു തരാം. ലാപ്ടോപ്പ് വർക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ കാണുന്ന വ്യൂസ് എല്ലാം താഴെ എഴുതി വന്നിട്ടുണ്ട്. താഴെ സൈഡിൽ ചാനലിൽ ഇതുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇത് കഴിഞ്ഞ ഉടനെ ഇവർക്ക് വരുന്ന റവന്യൂ അല്ല ED അടക്കം ഇൻകം ടാക്സിന്റെ റെയ്ഡും ഒക്കെ ഇത് തുടർന്ന് വരണം. ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ കാര്യത്തെ കുറിച്ച് സാറ് വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. പലരുടെയും ജീവിതം ഈ മേശപ്പുറത്താണ് ഇരുന്നിട്ടാണ് പലരെയും കേരളത്തിലുള്ള ഒരു ഒട്ടനവധി ആൾക്കാർ ഭയക്കുന്ന, പേടിക്കുന്ന, പലരുടെയും പേടി സ്വപ്നം അല്ലെ. രാമൻകുട്ടി തളരരുത്, കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ തിരിച്ചു ഇങ്ങോട്ട് ഇത്രയും വർഷം ഈ പല പല ചാനലുകൾ പല പല ഉഴത്തി നിൽക്കുമ്പോ എന്താ ശരിക്കും തോന്നുന്നത്? നമ്മുടെ കയ്യിലല്ലല്ലോ ചേർത്തി, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. 22 വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നൊട്ടോറിയസ് ആയിരുന്നു, ഒരു കാലത്ത് ഭീകരവാദിയായിരുന്നു അല്ലെ. സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ എന്റെ അറിവില് മലയാള ചരിത്രത്തിൽ അല്ലെ, എഴുന്നേറ്റ് ബഹുമാനിക്ക് ജേർണലിസ്റ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അല്ല, എനിക്കൊരു ആഗ്രഹമായിരുന്നു പരിചയപ്പെടണമെന്ന് തോന്നിയത്. സന്തോഷം. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.